ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ അക്കാഡമി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക അവരുടെ ഡിഗ്രി പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് CUET UG സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കുറച്ച് ക്രൈറ്റീരിയാസും കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതോടൊപ്പം ഏതൊക്കെ കോഴ്സുകൾ, ഇപ്പം അവിടെ BSc, BA, BBA, അതേപോലെ BTech പ്രോഗ്രാംസ്, LLB പ്രോഗ്രാം, ഇതൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നുണ്ട്. അവിടുത്തെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അഡ്മിഷൻ 2026-27 UG പ്രോഗ്രാം എന്നുള്ളത്. സോ നമ്മളത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ CUK.ac.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം UG അഡ്മിഷൻ എന്നുള്ളത്. അപ്പോൾ അതിന്റെ ലിങ്ക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ജനറൽ നോട്ടീസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതാണ്. അതായത് BScയിൽ നമുക്ക് സൈക്കോളജി, ജിയോഗ്രഫി, അതോടൊപ്പം തന്നെ കെമിസ്ട്രി, ജിയോളജി, ഫിസിക്സ്, ഇത്തരം പ്രോഗ്രാംസ് ആണ് വരുന്നത്. അതല്ലാതെ BA പ്രോഗ്രാംസ് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി പോലത്തത് വരുന്നുണ്ട്. BSW വരുന്നുണ്ട്. BTech പ്രോഗ്രാംസ് വരുന്നുണ്ട്. ആൻഡ് BBA ആൻഡ് BA, LLB, പിന്നെ നമുക്ക് ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും പ്രോഗ്രാംസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതിനി അല്ലാതെ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ്, അതായത് BTech പ്രോഗ്രാംസിന്റെ കേസിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, അതോടൊപ്പം തന്നെ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AIML ആണ് അവിടെ വരുന്നത്, BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും പ്രോഗ്രാംസ് നമുക്ക് CUET UG കൊണ്ട് മാത്രമല്ല JEE മെയിൻസ് എഴുതിക്കൊണ്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടത് CUET UG 2026 എക്സാം എഴുതിയ കുട്ടികളായിരിക്കണം എന്നുള്ളതാണ്. 4 ഇയർ പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഇനി കുറച്ച് കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. നിങ്ങൾ സമർത്ത് പോർട്ടൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ ലിങ്ക് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഒരു രജിസ്ട്രേഷൻ ഫീ വാങ്ങുന്നുണ്ട്. അത് നോൺ റീഫണ്ടബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പം ജനറൽ OBC EWS കാറ്റഗറി ആ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 500 റുപ്പീസ് ആണ് അവിടുത്തെ ഫീസ് വരുന്നത്. ഇനി SC ST PWD കാറ്റഗറി ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ 100 റുപ്പീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ഈ ഒരു എമൗണ്ട് മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ. പിന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീസ് കൊടുക്കേണ്ടതില്ല, നിങ്ങൾ ഏത് പ്രിഫറൻസ് ചൂസ് ചെയ്താലും എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഡേറ്റ് കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീ പേയ്മെൻറ്റ്, അതുപോലെ നമുക്ക് ഓൺലൈൻ പ്രിഫറൻസ് ചൂസ് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻ്റ് അപ്ലോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം ചെയ്യാനായിട്ട് പറ്റുക. അതിൻ്റെ സൈറ്റ് ആക്ച്വലി എഗെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. 16/7/2026 സ്റ്റാർട്ട് ചെയ്തു. ഇനി എൻഡ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 7/8/2026 ആണ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സൈഡ് ക്ലിയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അവർ പിന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളോട് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം SC ST കാറ്റഗറി പോലത്തെ അങ്ങനത്തെ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു അതറൈസ്ഡ് കോമ്പിറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതല്ലാതെ നിങ്ങൾ വേറെയും ഒരുപാട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ വേണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, +2 മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ വാലിഡ് സർട്ടിഫിക്കറ്റ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന, അപ്പം +2 മതിയാകും. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, TC അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. PWD കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, കാശ്മീരി മൈഗ്രൻ്റ് ആണെങ്കിൽ അത് വെക്കാം. ഇനി സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഓഫ് വാർ ഡിഫൻസ് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി വരുന്നുണ്ടെങ്കിൽ അത് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഇന്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ലെവൽ ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാനായിട്ട് പറ്റും.
NSS NCC കോട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, കല്യാൺ കർണാടക റീജിയൻ വരുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ പറ്റും. പിന്നെ അണ്ടർടേക്കിംഗ് ഫോം ഇൻ ദ കേസ് ഓഫ് നോൺ സബ്മിഷൻ ഓഫ് എനി റിക്വയർഡ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് എടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി SC ST കുട്ടികൾക്ക് ഫ്രീ ഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ സാങ്ഷൻ ഏജൻസിയിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് മെയിനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ബാക്കി ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് JPG PDF ഫോർമാറ്റാണ് അവർ നമ്മളോട് ഓരോ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും പറയുന്നത്. ഈ സൈസിൻ്റെ കേസിൽ തന്നെ 500 KB കൂടാനായിട്ട് പാടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ അഡ്മിഷൻ കാണാൻ പറ്റും. ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ സ്കോർ കാർഡിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, അതോടൊപ്പം അവിടെ കൊടുത്തിട്ടുള്ള റോൾ നമ്പർ, നിങ്ങളുടെ ആപ്ലിക്കൻ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കൺസെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ചർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ആക്ച്വലി ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് വെരിഫിക്കേഷനിലേക്കാണ്. ഓക്കെ, വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെ ഇമെയിലേക്ക് ഒരു OTP വരും. അത് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു, റീ എൻറ്റർ ചെയ്യുന്നു, പിന്നെ ക്യാപ്ചർ കൊടുത്ത് വെരിഫൈ ചെയ്യുന്നു. സോ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ക്യാപ്ചർ വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഒരു ഡാഷ് ബോർഡിലേക്കാണ്. ഈ ഒരു ഡാഷ് ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ ഇസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണാം. നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് ആക്ച്വലി അവിടെ വരുന്നത്. സോ കുറച്ച് കാര്യങ്ങൾ ഓട്ടോ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും, ബാക്കി കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായിട്ടൊക്കെ ഇരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്താണ് അവർ ചോദിച്ചത് അത് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ സ്റ്റെപ്പിൽ വരുന്ന ചെറിയ ചേഞ്ചസ് മാത്രമായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു റെഡ് മാർക്കിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുള്ള ആളുകൾ എന്ത് ചെയ്യുക? അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്യൂയിങ് ഡേറ്റ് അവർ ചോദിക്കും, അതേപോലെ നമ്പർ ഓഫ് ദ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അതൊക്കെ കറക്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളോട് റിലീജിയൻ, അതേപോലെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണോ ചോദിക്കുന്നുണ്ട്. പിന്നെ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, വില്ലേജ്, ഇത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങളത് ഫിൽ ചെയ്യുന്നു. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ്, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, അവരുടെ ഓക്യുപ്പേഷനൊക്കെ ചോദിക്കും. എമർജൻസി കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ ഫാമിലി ഇൻകം. ഇനി അതല്ലാതെ NSS കാറ്റഗറി ഉണ്ടോ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഗെയിംസിൽ ഉള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ് ആണോ, ചിൽഡ്രൻസ് ഓഫ് വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സണൽ ആണോ, കാശ്മീരി മൈഗ്രൻ്റ് ആണോ. അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സാണ്, നിങ്ങളുടെ വീട്ടുപേര്, അതേപോലെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ഇതേപോലെ പിൻകോഡൊക്കെ കൊടുത്തിട്ട് ഇത് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. എഗെയിൻ നമ്മളിതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, കറക്റ്റ് ആണോ കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ടു നെക്സ്റ്റ് അടിക്കാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ടു നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പം അവിടെ അതർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ അറ്റൻഷൻ വേണം, അപ്പർ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്നുള്ളതുണ്ട്. പിന്നെ ലാംഗ്വേജസ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഫഷൻസി വരുന്നത് എന്നുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സേവ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഇത് എഗെയിൻ വെരിഫൈ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ഫോട്ടോ, അതേപോലെ OBC സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങൾക്ക് പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിലും ആ ഒരു സൈസിലും തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഓൾറെഡി കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, സോ നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ടു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാക്ക്
എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നില്ല. സോ നമ്മൾ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ കണ്ട് കറക്റ്റാന്ന് ഉറപ്പ് വരുത്തി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഗ്രാംസ് പ്രിഫറൻസ് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അവിടെ പ്രോഗ്രാം സെലക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആയിട്ട് അവർ കാണിക്കും. അത് കറക്റ്റായിട്ട് വരുന്നില്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, +2 ഡീറ്റെയിൽസ് അതേപോലെ 10th ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഏത് ഇയറിലായിരുന്നു പാസ് ഔട്ട് ആയിട്ടുള്ളത്, നിങ്ങൾ ഏത് എത്ര പെർസെൻറ്റേജ് വന്നു, ഏത് ബോർഡ് ഓഫ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഹൈസ്കൂളിൻ്റെ ആ ഒരു പേരെന്താണ്, സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ 10th +2 നിങ്ങൾ ഫില്ല് ചെയ്തു. അങ്ങനെ ഫില്ല് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതർ ഡീറ്റെയിൽസ് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതല്ലാതെ നമ്മൾ അപ്ലോഡ് സെഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 10th +2 മാർക്ക് ഷീറ്റ് ചോദിക്കും. നമ്മൾ മാർക്ക് ഷീറ്റ് നോക്കുന്നു, കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ പ്രിവ്യൂ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CUT UG 2026 സ്കോർ കാർഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഒബ്റ്റെയിൻഡ് എത്രയാണ്, അത് ഇൻ വേർഡ്സ് ഒക്കെ കാണാം. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രിഫറൻസും കൂടെ കറക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിക്ലറേഷൻ ഫോം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു എമൗണ്ട്, നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് എന്നുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. പിന്നീട് യൂണിവേഴ്സിറ്റി അവരെന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അത്രയുമാണുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ എ പ്രോഗ്രാം പറഞ്ഞു അല്ലേ. അപ്പം ഇത്രയും കോഴ്സുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ BSc ഫിസിക്സ് എടുക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PCM എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ CUT എക്സാമിൽ എഴുതിയിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് 50% മാർക്ക് എന്തിൽ വേണം, ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 വേണം എന്ന് പറയുന്നുണ്ട്. ഇനി OBC അതേപോലെ SC ST PWD കാശ്മീരി മൈഗ്രൻറ്റ് അല്ലെങ്കിൽ നോൺ മൈഗ്രൻറ്റ് പണ്ഡിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45% മാർക്ക് മതിയാവും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം നിങ്ങളുടെ +2 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം, അതായത് നിങ്ങളുടെ റാങ്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം അങ്ങനത്തെ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാം. സോ അതിൻ്റെ ആ ഒരു എലിജിബിലിറ്റി എന്താ എന്നുള്ളത് നോക്കുക. സോ ഇനി ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. BA LLB നോക്കിയേ, BA LLBക്ക് നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളുടെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് 50% മാർക്ക് നിങ്ങൾക്ക് +2 വേണം എന്നുള്ളതാണ്. ഇനി 45% ആണ് അതർ പിന്നെ കാറ്റഗറികൾക്ക് വേണ്ടത്, റിസർവ്ഡ് കാറ്റഗറികൾക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ആ ഒരു സ്കോർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെറിറ്റ് ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, BBA ആണെങ്കിലും ദ സെയിം തന്നെയാണ്, അവിടുത്തെ എലിജിബിലിറ്റി ആയിക്കോട്ടെ CUT സ്കോർ നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ ആയിക്കോട്ടെ അതൊക്കെ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിലിനി ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ LLearnൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.